നിയമസഭയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ ഒരുങ്ങി സർക്കാർ. പ്രതിപക്ഷം സഭയിൽ വിഷയം ഉന്നയിച്ചാൽ വിശാലമായ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നതാണ് സർക്കാർ നിലപാട്. അടിയന്തര പ്രമേയമായോ മറ്റേതെങ്കിലും നടപടിക്രമമായോ വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം. TS ഹരീഷ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് നടക്കാനിരിക്കുന്നത് നമുക്ക് ഹരിയോട് തന്നെ ചോദിക്കാം. ഹരി, ഗുഡ് മോർണിംഗ്. ഇന്ന് നിയമസഭയിൽ കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലേ? കാരണം സ്വർണ്ണക്കൊള്ള കേസ് ചർച്ച ചെയ്യുകയാണ് സർക്കാർ. ഇനി ഏത് തരത്തിൽ ചോദ്യം വന്നാലും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാവും. ഗുഡ് മോർണിംഗ് മോത്തി. വലിയൊരു വാദപ്രതിവാദങ്ങൾക്ക് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇന്ന് നിയമസഭയിൽ വേദിയാകും എന്നുള്ള കാര്യമാണ് ആദ്യമേ പറയാനുള്ളത്. ഇന്ന് നിയമസഭയുടെ നടപടിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ രാവിലെ ചോദ്യോത്തരവേള ഉണ്ടാകില്ല. അതായത് ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയാണ് ഇന്നു മുതൽ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ 0 അവർ ശൂന്യവേളയിലായിരിക്കും സഭാ നടപടിക്രമങ്ങൾ തുടങ്ങുക. അപ്പോൾ അതിന്റെ ഭാഗമായി വരുമ്പോൾ അടിയന്തര പ്രമേയമായി ശബരിമല വിഷയം ഉന്നയിക്കുമോ അതോ മറ്റേതെങ്കിലും നടപടിക്രമങ്ങളുടെ ഭാഗമായി ശബരിമല വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ഇതുവരെ അതിലൊരു തീരുമാനമായിട്ടില്ല. അടിയന്തര പ്രമേയമായി ഈ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ സഭയിൽ ചർച്ച ചെയ്യാൻ തന്നെയാണ് ഭരണപക്ഷത്തിന്റെ നീക്കം. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ സർക്കാർ നേരിടുന്നുണ്ട്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തിരിച്ചടി വന്നതിന്റെ ഭാഗമായൊക്കെ വലിയ ആരോപണങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരിടുന്നുണ്ട്. പ്രതിപക്ഷം പ്രധാനമായും ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരായുള്ള ആരോപണങ്ങൾ, ഒപ്പം തന്നെ N വാസു, A പത്മാവർ ഉൾപ്പെടെയുള്ള അറസ്റ്റ്, അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രതിപക്ഷം ആയുധമായി ഉന്നയിക്കുമ്പോൾ തിരിച്ച് ഭരണപക്ഷം അത് പ്രതിരോധിക്കുകയും ഒപ്പം തന്നെ തിരിച്ച് പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കുന്നത് വാജിവാഹന കൈമാറ്റം, ഒപ്പം തന്നെ സോണിയാഗാന്ധി പോറ്റി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അടൂർ പ്രകാശിന് ഇതിൽ എന്തെങ്കിലും ബന്ധമുള്ള അത്തരം കാര്യങ്ങൾ, ഇതെല്ലാം പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷവും ഉന്നയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സ്വാഭാവികമായിട്ടും സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ N വാസുവിനെതിരെ A പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തതിന്റെ കാരണമായി പാർട്ടി വിലയിരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുറ്റപത്രം വരട്ടെ, അതിനുശേഷം ആ കുറ്റത്തിന്റെ വ്യാപ്തി അനുസരിച്ച് നടപടി സ്വീകരിക്കാൻ കഴിയും. അതിൽ ഇപ്പോൾ 3 കാരണങ്ങളാണ്. ഒന്ന്, ഇവർക്ക് എന്തെങ്കിലും നേരിട്ട് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇവർക്ക് ഈ കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്ക് പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളായിരിക്കും വിലയിരുത്തിയായിരിക്കും അവർക്കെതിരെ നടപടി സ്വീകരിക്കും. ഇതൊക്കെ ആയിരിക്കും ഭരണപക്ഷം പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ന്യായീകരണമായി പറയാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു വിഷയം ഭരണപക്ഷത്തിൻ്റെ നിലപാട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് പറയാൻ ഇതിലും നല്ലൊരു വേദിയില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി അല്ലെങ്കിൽ ശബരിമല വിഷയം നിയമസഭയിൽ ഉന്നയിക്കാതിരിക്കാനും പറ്റില്ല. ആ വിഷയം വരുമ്പോൾ ഭരണപക്ഷത്തിന് അത് ചർച്ച ചെയ്യാതിരിക്കാനും പറ്റില്ല.